ഹായ് ഹലോ. ഞാൻ ഇന്നൊരു പുതിയ തോരനോട്ടാണ്. പുതിയതല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാ ഇത് ചുണ്ടയ്ക്കയാണ്. മിക്ക നാട്ടിലും കാണും, ഞങ്ങളിവിടെയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ചുണ്ടയ്ക്ക. ഇത് എടുത്ത് നമ്മൾ ആവശ്യത്തിന് തോരന് ഇതെടുത്ത് തല്ലി ചതച്ച് നമ്മൾ വെള്ളത്തിയിടണം. വെള്ളത്തിയിടുമ്പോൾ ഇതിലുള്ള അരി മൊത്തം പോയിട്ട് നമ്മൾ 2-3 വെള്ളം നല്ലതുപോലെ കഴുകി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് എടുത്തതാണ്. ഇതുപോലെ ആവും. ഇതുപോലെ ആവും. ഇങ്ങനെ എടുത്തതിൻ്റെ അരിയൊക്കെ കളയണം. നല്ല വൃത്തിയായി കഴുകി എടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് കുറച്ച് ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരുവും കൂടെ നമ്മൾ ഉപയോഗിക്കണം. ഇതിലിട്ട് ആദ്യം ഇത് നമ്മൾ വെള്ളത്തിൽ വേവിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ വേവിച്ചിട്ട് ഈ ചുണ്ടയ്ക്ക എന്നാണ് ഇതിന് പറയണത്. ചുണ്ടയ്ക്ക വെള്ളത്തിൽ വേവിച്ച ശേഷം ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ ഞാൻ ഈ ചക്കക്കുരു അതിലിടും. ചക്കക്കുരു ഇട്ട ശേഷം രണ്ടും കൂടെ വെന്ത് വരുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ച് നമ്മൾ ഈ തോരൻ വയ്ക്കാൻ അരയ്ക്കുമല്ലോ, അതുപോലെ നമ്മൾ ഇതിന് അരച്ചെടുക്കണം. അരച്ച് ഇതിൽ ചേർത്ത് നമ്മൾ ഇളക്കി എടുത്ത് ചോറിൻ്റെയൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങൾ കഴിക്കണം. പക്ഷേ ഇത് നമ്മളെയൊക്കെ മക്കളുകൾ ഇപ്പോഴും ഇതൊന്നും കഴിക്കത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ കഴിക്കും. മക്കൾക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണേ. നല്ല ഇതാണ്, നല്ല തോരനാണ്.